മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ഇന്ന് ചുമതലയേൽക്കും. എസ് ജയശങ്കറും അശ്വിനി വൈഷ്ണവും ചുമതലയേറ്റു. ക്യാബിനറ്റ് പദവി നൽകാത്തതിൽ ശിവസേന ഷിൻഡെ പക്ഷത്തിനും അതൃപ്തി. മഹാരാഷ്ട്രയിലെ മഹായുതി സഖ്യത്തിൽ പ്രതിസന്ധി. പന്തീരങ്കാവ് കേസ് റദ്ദാക്കാനുള്ള സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് യുവതി. രാഹുലിനെതിരെ പരാതിപ്പെട്ടത് വീട്ടുകാരുടെ നിർബന്ധത്താൽ. യുവതിയെ കാണാനില്ലെന്ന അച്ഛന്റെ പരാതി കഴക്കൂട്ടം പോലീസിന് കൈമാറും. +1 സീറ്റ് പ്രതിസന്ധി സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. തദ്ദേശ വാർഡ് വിഭജന ബിൽ പാസാക്കിയതിലും പ്രതിഷേധം. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. പുതുമുഖങ്ങളെ തേടി മുന്നണികൾ. ചെറുവണ്ണൂരിലെ വാഹനാപകടത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ നടപടി. ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ആലപ്പുഴയിൽ യുവ വ്യവസായിയെ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വഴിത്തിരിവ്. മുഖ്യപ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് വ്യാജ തോക്ക്. കേസിൽ ഗൂഢാലോചന നടന്നതായി അന്വേഷണ സംഘം. ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന പ്രമേയം പാസാക്കി UN രക്ഷാസമിതി. പ്രമേയത്തെ പിന്തുണച്ച് റഷ്യ ഒഴികെയുള്ള രാജ്യങ്ങൾ. മധ്യ ഗാസയിലും കിഴക്കൻ റഫയിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. കുർബാന ഏകീകരണത്തെ ചൊല്ലിയുള്ള തർക്കം മുറുകുന്നു. കടുത്ത നിലപാടിൽ വിമതർ. അച്ചടക്ക നടപടികളിലേക്ക് ഔദ്യോഗിക പക്ഷം. സംസ്ഥാനത്ത് മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വാർത്താരംഭത്തിലേക്ക് വിശദമായി നോക്കാം. മൂന്നാം മോദി മന്ത്രിസഭയിലെ മന്ത്രിമാർ ഇന്ന് ചുമതലയേൽക്കും. വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും രാവിലെ തന്നെ മന്ത്രാലയങ്ങളിലെത്തി ചുമതലയേറ്റെടുത്തു. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്ന് ഓഫീസിലെത്തി ചുമതലയേൽക്കും. രാകേഷ് ഉണ്ട് വിവരങ്ങളുമായി. രാകേഷ്, ഇതിനോടകം 2 മന്ത്രിമാർ ചുമതലയേറ്റിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കം എപ്പോഴാണ് ചുമതലയേൽക്കുന്നത്? പാർവതി, വകുപ്പുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് മന്ത്രിമാർ ഏതായാലും മന്ത്രാലയങ്ങളിലെത്തി ചുമതലയേൽക്കുന്നത്. ആദ്യം ഇന്ന് മന്ത്രാലയങ്ങളിലെത്തി ചുമതലയേറ്റത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒപ്പം തന്നെ റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവുമാണ്. 8:15 ഇരുവരും മന്ത്രാലയങ്ങളിലെത്തി ചുമതല ഏറ്റെടുത്തു. ഏതായാലും എസ് ജയശങ്കർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. റെയിൽവേ മന്ത്രി സമാനമായ രീതിയിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ വലിയ പരിഷ്കരണ നടപടികൾ റെയിൽ മേഖലയിൽ നടപ്പാക്കിയിട്ടുണ്ട്, റെയിൽവേയിൽ നടപ്പാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അത്തരം പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അശ്വിനി വൈഷ്ണവിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഏതായാലും 3 മന്ത്രിമാർ ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നു. പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അല്പസമയത്തിനകം തന്നെ മന്ത്രാലയത്തിലെത്തി ചുമതലയേറ്റിരിക്കുകയാണ്. അങ്ങനെ 3 മന്ത്രിമാർ ചുമതലയേറ്റിരിക്കുന്നു. ഭൂരിഭാഗം മന്ത്രിമാരും ഇന്ന് തന്നെ ചുമതലയേൽക്കാൻ തന്നെയാണ് സാധ്യത. ക്യാബിനറ്റിൽ 2 പേരാണ് മലയാളികളായുള്ളത്. ഒന്ന് സുരേഷ് ഗോപിയും 2 ജോർജ് കുര്യനും. ഇരുവരും 11 മണിയോടുകൂടി മന്ത്രാലയങ്ങളിലെത്തി ചുമതലയേൽക്കുമെന്നാണ് വിവരം. അപ്പോൾ ഭൂരിഭാഗം പേരും ഇന്ന് തന്നെ ചുമതലയേറ്റെടുക്കും. അശ്വിനി വൈഷ്ണവിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ റെയിൽവേക്ക് പുറമെ വാർത്താവിതരണ പ്രക്ഷേപം വകുപ്പിന്റെ ചുമതല കൂടി അശ്വിനി വൈഷ്ണവിനുണ്ട്. ഉച്ചയോടുകൂടിയായിരിക്കും അശ്വിനി വൈഷ്ണവ് ആ വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുക. പാർവതി. രാകേഷ്, മറ്റൊരു കാര്യം, കഴിഞ്ഞ മോദി സർക്കാരിന്റെ തുടർച്ചയായാണോ വകുപ്പുകളിലെ മാറ്റമില്ല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഏകദേശം 10-ലധികം മന്ത്രിമാർക്ക് കഴിഞ്ഞ അതേ വകുപ്പുകൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പ്രധാന വകുപ്പുകളിൽ പഴയ മന്ത്രിമാർ എന്നത് ഭരണരംഗത്ത് എത്രത്തോളം നേട്ടമാകുമെന്നാണ് BJP കരുതുന്നത്?
കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയായി തന്നെയാണ് പ്രധാനമന്ത്രി തന്നെ ഇതിനെ വിലയിരുത്തുന്നത്. കാരണം സർക്കാർ മാറിയെന്നേ ഉള്ളൂ, പക്ഷെ അതിന്റെ തുടർച്ച എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ മന്ത്രിമാർ തന്നെയാണ് ഭൂരിഭാഗം പേരും ഇപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനം ആഭ്യന്തര വകുപ്പ് അമിത്ഷാ തന്നെ കൈകാര്യം ചെയ്യുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ചതാണ് സഹകരണ വകുപ്പ്, അതും അമിത്ഷാ തന്നെയാണ്. ഒപ്പം പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗ് തന്നെ തുടരുകയാണ്. ധനമന്ത്രാലയത്തിൽ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നു. അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ 5 വർഷക്കാലവും വിദേശകാര്യമന്ത്രിയായിരുന്നത്. കഴിഞ്ഞ 1-2 മോദി സർക്കാരുകളിലെ റോഡ് ഗതാഗത മന്ത്രിയായിരുന്നു നിതിൻ ഗഡ്കരി. ആ വകുപ്പിൽ ശ്രദ്ധേയമായ പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. 3ാം മോദി സർക്കാർ അധികാരമേൽക്കുമ്പോഴും അദ്ദേഹത്തിന് ആ വകുപ്പിന്റെ ചുമതല തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്നു. അശ്വിനി വൈഷ്ണവ് തന്നെയാണ് ആ വകുപ്പ് നൽകിയിരിക്കുന്നത്. വാണിജ്യ വകുപ്പ് പീയൂഷ് ഗോയലിന് നൽകിയിരിക്കുന്നു. BJP ദേശീയ അധ്യക്ഷനായ JP നഡ്ഡ 1ാം മോദി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്നെങ്കിൽ 2ാം മോദി സർക്കാരിന്റെ കാലത്ത് BJP ദേശീയ അധ്യക്ഷനായിരുന്നു. പക്ഷേ ഇത്തവണ വീണ്ടും അദ്ദേഹം ക്യാബിനറ്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിന് ആ പദവി, അതായത് ആരോഗ്യ വകുപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 10-11 മന്ത്രിമാർ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൈകാര്യം ചെയ്യുന്ന അതേ വകുപ്പിലേക്ക് തന്നെ തിരിച്ചെത്തിയെന്ന പ്രത്യേകത കൂടിയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ധർമ്മേന്ദ്ര പ്രധാനായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ BJP കൈവശം വെച്ചിരിക്കുന്നു. സഖ്യകക്ഷികളിൽ പ്രധാനമായും TDPക്ക് നൽകിയിരിക്കുന്നത് വ്യോമയാന വകുപ്പിന്റെ ചുമതലയാണ്. വ്യോമയാന മന്ത്രാലയമാണ് TDPയിലെ റാംമോഹൻ നായിഡുവിന് നൽകിയിരിക്കുന്നത്. 1ാം മോദി സർക്കാരിന്റെ കാലത്ത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ളപ്പോഴും TDPക്ക് ആ വകുപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സഖ്യ സർക്കാരായിരുന്നിട്ട് പോലും TDP വ്യോമയാന മന്ത്രാലയത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. JDUവിന്റെ കാര്യമെടുക്കുകയാണെങ്കിലും JDU റെയിൽവേ അടക്കമുള്ള വകുപ്പുകളാണ് ചോദിച്ചിരുന്നെങ്കിൽ ആ വകുപ്പ് ഏതായാലും JDUവിന് നൽകാൻ തയ്യാറായിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ സഖ്യകക്ഷികൾക്ക് ഒരുപക്ഷെ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം, പ്രത്യേക പാക്കേജ് തുടങ്ങിയവ അനുവദിക്കണം, പ്രത്യേക പദവി നൽകണം തുടങ്ങിയവയായിരുന്നു. അക്കാര്യത്തിൽ ഇനി എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും വകുപ്പുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ BJP തന്നെ പ്രധാനപ്പെട്ട വകുപ്പ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതാണ് ഈ വകുപ്പ് യോജന പൂർത്തിയാകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർവതി. രാകേഷ് തുടരണം. NCP അജിത് പവാർ പക്ഷത്തിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി ശിവസേന ഷിൻഡെ പക്ഷവും. ക്യാബിനറ്റ് പദവി നൽകാത്തത് അനീതിയാണെന്ന് പാർട്ടി നേതാവും MPയുമായ ശ്രീരംഗ് ബർനെ തുറന്നടിച്ചു. ഇതോടെ മഹാരാഷ്ട്രയിലെ മഹായുതി സഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, NCP അജിത് പവാർ വിഭാഗം ക്യാബിനറ്റ് പദവി കിട്ടാത്തതിൽ നേരത്തെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചിരുന്നു. ഇതിന് പുറമെയാണ് ഷിൻഡെ പക്ഷവും അതൃപ്തിയിൽ തുടരുന്നത്. തുടക്കത്തിലെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാകും BJPയുടെ നീക്കം? മഹാരാഷ്ട്രയിലെ NDAയിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്, പൊട്ടിത്തെറി ശക്തമാവുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഷിൻഡെ പക്ഷം കൂടി രംഗത്ത് വന്നു എന്നുള്ളതാണ്. ആദ്യം NCP ആയിരുന്നു അതൃപ്തി പരസ്യമാക്കിയത്. അവർക്ക് ക്യാബിനറ്റ് പദവി നൽകിയില്ല എന്നായിരുന്നു അവരുടെ പരാതി. പ്രഫുൽ പട്ടേലിനെയാണ് അവർ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. UPA സർക്കാരിൽ പ്രഫുൽ പട്ടേലിന് ക്യാബിനറ്റ് പദവി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ സഹമന്ത്രി സ്ഥാനം നൽകുമ്പോൾ അത് തരം താഴ്ത്തലാണെന്ന പ്രതികരണം അജിത് പവാറിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ അജിത് പവാറിന് 1 സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ. മെച്ചപ്പെട്ട പ്രകടനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നൊരു വിലയിരുത്തൽ BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഷിൻഡെയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഷിൻഡെ പക്ഷം ഉന്നയിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സഖ്യകക്ഷികളിൽ 3ാമത്തെ വലിയ കക്ഷിയാണ് ശിവസേന. 16 സീറ്റുള്ള TDPയും 12 സീറ്റുള്ള JDUവും കഴിഞ്ഞാൽ 7 സീറ്റുള്ള ശിവസേനയാണ് പ്രധാനപ്പെട്ട കക്ഷി. പക്ഷേ പകരം നൽകിയിരിക്കുന്നത് ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനം മാത്രമാണ്. അപ്പോൾ അത് അനീതിയാണ്. കാരണം 1 അംഗമുള്ള ജിതൻ റാം മാഞ്ചിയെ ക്യാബിനറ്റ് മന്ത്രിയാക്കി, 5 അംഗമുള്ള ചിരാഗ് പാസ്വാന് സമാനമായ രീതിയിൽ ക്യാബിനറ്റ് പദവി നൽകി. കുമാരസ്വാമി 2 അംഗങ്ങളാണ് JDSനുള്ളത്. കുമാരസ്വാമിക്ക് ക്യാബിനറ്റ് പദവി നൽകി. അപ്പോൾ അത്തരത്തിൽ ഇരട്ട നീതി NDAയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന പ്രതികരണം ലോക്സഭ അവരുടെ കക്ഷി നേതാവിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു. ചീഫ് വിപ്പായ ശ്രീരംഗ് ബർണയാണ് ഇത്തരമൊരു ആരോപണം, പരസ്യമായ ഇത്തരം പ്രതികരണം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഏതായാലും മഹാരാഷ്ട്രയിലെ NDA സംബന്ധിച്ച് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയിരിക്കുന്നത്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ്. ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ പൊട്ടിത്തെറി പരിഹരിക്കുക എന്ന വലിയൊരു ദൗത്യം BJPക്ക് മുന്നിലുണ്ട്.
പ്രത്യേകിച്ച് അജിത് പവാർ പക്ഷത്തു നിന്നടക്കം കൂടുതൽ MLA-മാർ ശരത് പവാർ ക്യാമ്പിലേക്ക് മടങ്ങിപ്പോകണമെന്നൊരു അഭിപ്രായം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇത് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ BJP-യുടെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. ഏതായാലും അജിത് പക്ഷം നിലപാട് കടുപ്പിക്കുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ ഷിൻഡെ പക്ഷവും സമാനമായ ആരോപണം അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പാർവതി, NCP അജിത് പവാർ പക്ഷത്തിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് ശിവസേന ഷിൻഡെ പക്ഷവും. വിശദാംശങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും ER രാഗേഷ്. മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ രാഷ്ട്രപതി ഭവനിലൂടെ നടന്നു നീങ്ങിയ ജീവി ഏതെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഡൽഹി പോലീസ്. വൈറലായ വീഡിയോയിൽ കണ്ട പുലിയെന്നായിരുന്നു പലരും സംശയം പ്രകടിപ്പിച്ചത്. എന്നാൽ രാഷ്ട്രപതി ഭവനിൽ കണ്ടത് പൂച്ചയാണെന്ന് ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാകുന്നു. ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് ആലോചന. പുതുമുഖങ്ങളെയും പരിഗണിക്കുന്നുണ്ട്. പാലക്കാട് UDF-ൽ പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ തന്നെ VT ബൽറാമിനെയും ചുറ്റിപ്പറ്റി തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകളെല്ലാം ഇങ്ങനെ തന്നെയാണ്. അതിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനെ നൽകണം എന്ന് തന്നെയാണ് ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയാണ് ആവശ്യപ്പെടുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ VT മികച്ച സ്ഥാനാർത്ഥിയാണ്, VTക്കും അവസരം കൊടുക്കണം എന്നൊരു വിഭാഗം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. കാരണം തൃത്താലയിൽ തോറ്റ VTക്ക് പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ VTയെ പോലെ ഒരാളെ ഇറക്കിക്കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത കൂടി എന്തായാലും പാലക്കാട് പറയുന്നുണ്ട്. എന്തായാലും UDF-ന്റെ അകത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞിരിക്കും. വരുന്ന 6 മാസത്തിനകം ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ 2 തവണയും UDF-ന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണിത്. കാരണം UDF-ന്റെ ഇവിടെ നിലവിൽ 3 പഞ്ചായത്തുകളും ഒപ്പം തന്നെ ഒരു മുനിസിപ്പാലിറ്റിയുമാണുള്ളത്. ഈ 3 പഞ്ചായത്തുകളും ഭരിക്കുന്നത് UDF ആണ്, മുനിസിപ്പാലിറ്റിയാണ് BJP. പ്രധാനമായും BJPക്ക് നഗരം കേന്ദ്രീകരിച്ച് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ BJPയിൽ നിന്ന് ആര് സ്ഥാനാർത്ഥിയാവും എന്നുള്ള കാര്യത്തിൽ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലൊന്ന് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദൻ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുള്ളവർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഒരു പുതുമുഖത്തെ എന്തായാലും ഇറക്കണം എന്നുള്ളൊരു നിലപാടാണ് BJPയുടെ ജില്ലാ കമ്മിറ്റിക്കുള്ളത്. അതേസമയം C. കൃഷ്ണകുമാറിന് വീണ്ടും മത്സരിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു താല്പര്യമുണ്ട്. പക്ഷേ C. കൃഷ്ണകുമാറിന് നൽകുന്നതിനേക്കാൾ നല്ലതൊരു പുതുമുഖമായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിയെ പരീക്ഷിച്ച പോലെ ഒരു സെലിബ്രിറ്റിയോ മറ്റോ പരീക്ഷിക്കണം എന്നുള്ളൊരു ആവശ്യം കഴിഞ്ഞ തവണ നമുക്കറിയാം മെട്രോമാൻ E. ശ്രീധരനെയായിരുന്നു പരീക്ഷിച്ചത്. അത് ഏറെക്കുറെ ഗുണം ചെയ്തു എന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ് BJPക്ക് അകത്തുള്ളത്. അത്തരത്തിൽ ജനസമ്മതനായ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയെ പോലുള്ള അത്തരത്തിലുള്ള ഒരാളെ തന്നെ മത്സരരംഗത്ത് ഇറക്കാനാണ് BJP ആലോചിക്കുന്നത്. LDF-ന്റെ കാര്യത്തിൽ LDF-ന് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലം എന്നുള്ള രീതിയിൽ തന്നെയാണ് പാലക്കാടിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആരെ ഇറക്കും എന്നുള്ള കാര്യത്തിൽ AV ഗോപിനാഥിന്റെ ഉൾപ്പെടെ നമുക്കറിയാം AV ഗോപിനാഥ് മുൻ DCC പ്രസിഡന്റ് ആണ്. ഇപ്പോൾ LDF-വുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിലെല്ലാം LDF-ന് പിന്തുണ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാട് നിർണായകമാണ്, തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരുന്നു. ആലത്തൂർ മണ്ഡലത്തിലായിരുന്നു അദ്ദേഹം ഉള്ളത്. എന്തായാലും അദ്ദേഹത്തെ വീണ്ടും അയാൾ ജനസമ്മതനായ ആളാണ്. അതുപോലെ തന്നെ ഈ പാലക്കാടിനെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള ആളാണ്. ഇപ്പോൾ LDF-വുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ പിന്നിൽ വലിയൊരു ടീം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് അദ്ദേഹത്തെ LDF സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ട്. എന്തായാലും അതേക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ വരും ദിവസങ്ങളിലുണ്ടാകും. മറ്റൊന്ന് ചേലക്കരയാണ്. ചേലക്കരയിൽ രാധാകൃഷ്ണന് പകരം LDF-ൽ നിന്ന് UR പ്രദീപിന്റെ പേരാണ് കേൾക്കുന്നത്. നമുക്കറിയാം പ്രദീപ് കഴിഞ്ഞ ടൈമിൽ MLA ആയിരുന്നു, ഒറ്റ തവണ മാത്രമാണ് MLA ആയിട്ടുള്ളത്. അതിനുശേഷം K. രാധാകൃഷ്ണന് വഴിമാറി കൊടുക്കുകയായിരുന്നു. രാധാകൃഷ്ണന് മത്സരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം ശക്തമായിട്ടുണ്ട്. രമ്യയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും പാർട്ടി ഉടനെയൊന്നും എത്തില്ല. കാരണം രമ്യയ്ക്ക് വലിയൊരു എതിർപ്പ് അവിടെ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതായത് രമ്യ ഹരിദാസ് അല്ല ഇവിടെ മത്സരിക്കേണ്ടത്, ഇവിടെ ഈ മണ്ഡലത്തെ അറിയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ UDF തയ്യാറാവണം, അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്നുള്ള രീതിയിൽ ചില പോസ്റ്ററുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ ചേലക്കര ഭാഗത്ത്. അതുകൊണ്ട് തന്നെ രമ്യയെ മത്സരിപ്പിക്കരുത് എന്നുള്ളൊരു ആവശ്യം കൂടിയുണ്ട്. പക്ഷേ കഴിഞ്ഞ ഈ 2 തവണത്തെയും രമ്യയുടെ പെർഫോമൻസ്
അതായത് ആലത്തൂർ മണ്ഡലത്തിലെ പെർഫോമൻസ് കണക്കിലെടുക്കുമ്പോൾ രമ്യയ്ക്ക് ഒരു അവസരം കൊടുക്കാം എന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. നമുക്കറിയാം ഇത്തവണ ആലത്തൂരിൽ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം BJP-യിലേക്ക് വോട്ട് ചോർന്നത് കൊണ്ട് തന്നെയാണ്. 98,000-ഓളം വോട്ടുകൾ പോകുന്നു. രാധാകൃഷ്ണന് 30,000 വോട്ടുകൾ മാത്രമാണ് കൂടുതൽ രമ്യ ഹരിദാസിന്റെ വോട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തിൽ നിന്ന് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രമ്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളൊരു കണക്കുകൂട്ടൽ പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ രമ്യയ്ക്ക് ഒരു അവസരം കൊടുക്കണം ചേലക്കരയിൽ എന്നുള്ളൊരു നിലപാടുകൂടി അതും വരും. ഒപ്പം തന്നെ BJP-യിലേക്ക് എത്തുമ്പോൾ സരസു മികച്ച പ്രകടനം ആലത്തൂരിൽ കാഴ്ചവെച്ചതുകൊണ്ട് ചേലക്കരയിൽ സരസുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും എന്തായാലും സജീവമാകുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകും, കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ കേൾക്കും. അതിൽ എന്ത് തീരുമാനത്തിൽ എത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണേണ്ടി വരും. രാജ്യസഭാ സീറ്റ് 2 ഘടകകക്ഷികൾക്ക് നൽകി വിട്ടുവീഴ്ച ചെയ്യാനുള്ള CPM തീരുമാനം മുന്നണിയുടെ ഭാവി കൂടി മുന്നിൽ കണ്ടാണ്. കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്കയാണ് ഇതിന് കാരണം. കേരള കോൺഗ്രസ് എം മുന്നണിയിൽ തുടരേണ്ടത് മധ്യ കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ അനിവാര്യമാണെന്നും CPM നേതൃത്വം വിലയിരുത്തുന്നു. 24 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യസഭയിലേക്ക് പാർട്ടി പ്രതിനിധിയെ അയക്കാനുള്ള അവസരം CPM വേണ്ടെന്ന് വെച്ചത്. ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി CPM രാജ്യസഭാ സീറ്റ് വിട്ടു നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇടതുമുന്നണി യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാവുകയും ചെയ്തത്. ഇതോടെ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും, രാജ്യസഭാ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും. അതേസമയം CPI-യിൽ നിന്ന് PP സുനീറും സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്യും. നമുക്കറിയാം നേരത്തെ ആനി രാജയുടെയും ഒപ്പം തന്നെ പ്രകാശ് ബാബുവിന്റെ അടക്കമുള്ള പേരുകൾ ഉയർന്നു കേട്ടുവെങ്കിലും ഈ 2 പേരുകളും മറികടന്നാണ് ഒടുവിൽ PP സുനീറിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുകയും ചെയ്തത്. നേരത്തെ തന്നെ നമുക്കറിയാം ഇരു പാർട്ടികളും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ സീറ്റുകളിൽ തയ്യാറല്ല എന്നുള്ളൊരു നിലപാട് CPM-നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് CPM ഇപ്പോൾ തയ്യാറാകുന്നത്. അതിൽ പ്രധാനമായും കേരള കോൺഗ്രസ് എം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് തങ്ങൾ UDF-ൽ നിന്ന് മുന്നണിയിലേക്ക് വന്ന സമയത്ത് ഓരോ അംഗങ്ങളുള്ള, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ഓരോ അംഗങ്ങളുള്ള പാർട്ടിയായാണ് UDF വിട്ട് ഇടതുമുന്നണിയിലേക്ക് എത്തിയത്. എന്നാൽ ഇത് രണ്ടും ഇല്ലാതാകുന്നത് പാർട്ടിയെ സംബന്ധിച്ച് അത് വലിയ ക്ഷീണമുണ്ടാക്കുകയും ചെയ്യും. അത് പരിഗണിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചത്. അതാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ യോഗത്തിൽ ഇത് പരിഗണിച്ചുകൊണ്ട് ഈ സീറ്റ് വിട്ടു നൽകാൻ തീരുമാനമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകും. കേരള കോൺഗ്രസിനുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റിന്റെ ടേം തീരുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. ആ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് തന്നെ നിലനിർത്തട്ടെ എന്നുള്ള തീരുമാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിരിക്കുന്നത്. ഈ രാജ്യസഭാ സീറ്റിൽ കേരള കോൺഗ്രസിന് അർഹമായ അംഗീകാരമാണ് ഇതിൽ കൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും എടുത്ത തീരുമാനവും അതോടൊപ്പം തന്നെ മുന്നണിക്കും ഉള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസിന് ഈ സീറ്റ് വിട്ടുകൊടുത്തതുപോലെ തന്നെ CPI-ക്കായിരുന്നു നേരത്തെ ബിനോയ് വിശ്വമായിരുന്നു ഈ ഒരു സീറ്റ് കൈയാളുകയും ചെയ്യുന്നത്. ആ സീറ്റ് ഇപ്പോൾ PP സുനീർ നൽകാൻ CPI എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു നടപടിയെ എന്തായാലും യോഗം സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CPI സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന അവകാശം CPI-ക്ക് വിട്ടുതരിക, അതിനകത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ അമിതോത്കണ്ഠയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. LDF-ലെ ഒന്നാമത്തെ കക്ഷിയായ CPM LDF-ന്റെ താൽപര്യങ്ങളെയും ഐക്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്ത ആ രാഷ്ട്രീയ തീരുമാനം തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. സഹോദര പാർട്ടിയായ CPI ആ തീരുമാനം കൈക്കൊണ്ട CPI-എമ്മിനെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. അത് LDF-ന്റെ ഐക്യത്തിന് വേണ്ടി CPM ചെയ്ത ഒരു വലിയ വിട്ടുവീഴ്ചയായിട്ട് അംഗീകരിക്കുന്നു. അതേസമയം ഈ ഒരു തീരുമാനത്തിനെതിരെ RJD രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കാലാകാലങ്ങളായി ഇത്തരത്തിൽ CPI-ക്ക് സീറ്റ് നൽകുന്നതിനെ ആണ് ഇത്തരത്തിൽ RJD രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തത്. കാരണം MP ശ്രേയംസ് കുമാറിന്റെ കാലാവധി കഴിഞ്ഞപ്പോഴും സീറ്റ് നൽകിയത് CPI-ക്കാണെന്ന് വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി യോഗത്തിൽ പ്രധാനമായും നിലപാടെടുത്തത് RJD-യെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ്. അതായത് RJD-യുടെ വാദം ശരിയാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറയുകയും ചെയ്തു. പിന്നീട് രാജ്യസഭാ സീറ്റിലേക്ക് ഇനി സംസ്ഥാനത്തെ
ഒരു മുന്നണിയിൽ ഒരു റൊട്ടേഷൻ വ്യവസ്ഥ കൊണ്ടുവരുന്നുള്ള അടക്കമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം. അത് ആ രീതിയിലായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടതെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി യോഗം കൈക്കൊള്ളുകയും ചെയ്തു. ഇതിനിയുള്ള രാജ്യസഭാ സീറ്റുകൾ ആ വ്യവസ്ഥ പരിഗണിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനം കൂടി ഇടതുമുന്നണി യോഗം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരു രാജ്യസഭാ സീറ്റുകളിലേക്കും ഒന്നിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ഒരു സീറ്റ് CPIയുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കും. കാനം രാജേന്ദ്രന്റെ കാലശേഷവും CPIയിൽ കാനം ഗ്രൂപ്പിന്റെ ആധിപത്യമാണ്. കാനത്തിന്റെ പകരക്കാരനായി ഗ്രൂപ്പിന്റെ തലപ്പത്തേക്ക് ബിനോയ് വിശ്വം എത്തി എന്നതാണ് ആകെയുള്ള മാറ്റം. ഇന്നലെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രകടമായത് ഇതായിരുന്നു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ കാനം അനുയായികളായിരുന്ന യുവ നേതാക്കൾ ഒന്നിച്ചു. വലിയ തർക്കത്തിന് ശേഷമായിരുന്നു PP സുനീറിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. BV അരുണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, കാനം രാജേന്ദ്രന് ശേഷവും ആ ഗ്രൂപ്പ് സജീവമായി നിൽക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ബിനോയ് വിശ്വവും ഇതേ നിലപാടിലാണോ? എന്താണ് വിവരങ്ങൾ? പാർവതി, കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നിടത്തോളം കാലം വലിയ അപ്രമാദിത്വമായിരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും CPIയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കാലശേഷവും ആ ഗ്രൂപ്പ് അതേപടി നിൽക്കുന്നുവെന്നാണ് ഇന്നലെ രാജ്യസഭാ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട തീരുമാനം പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കാനത്തിനൊപ്പം അന്നുണ്ടായിരുന്ന യുവ നേതാക്കളായ സന്തോഷ് കുമാർ, K രാജൻ, മന്ത്രിമാരായ K രാജനും P പ്രസാദ്, അതുപോലെ തന്നെ PP സുനിൽ എന്നിവരാണ് ആ ഗ്രൂപ്പിലെ പ്രധാനികൾ. ഇപ്പോഴും ആ ഗ്രൂപ്പിന് തന്നെയാണ് പാർട്ടിയിൽ സമഗ്ര ആധിപത്യം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറിയ ശേഷം കാനത്തിന്റെ സ്ഥാനത്തേക്ക് അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമല്ല ആ ഗ്രൂപ്പിന്റെ തലപ്പത്തേക്കും ബിനോയ് വിശ്വം എത്തി എന്നാണ് എതിർവിഭാഗം ആരോപിക്കുന്നത്. ബിനോയ് വിശ്വം ഈ നേരത്തെ കാനത്തിനൊപ്പം നിന്നവരുടെ നേതാവായി നിൽക്കുന്നു. അങ്ങനെയാണ് ഇന്നലെ പ്രകാശ് ബാബുവിനെ, മുതിർന്ന നേതാവ് കൂടിയായ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ പ്രകാശ് ബാബുവിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കുന്ന തീരുമാനം ആലോചനയിൽ നിന്ന് അദ്ദേഹത്തെ വെട്ടിമാറ്റിയത്. അങ്ങനെയാണ് എന്ന വിമർശനമാണ് ഇപ്പോൾ CPIക്കുള്ളിൽ ഉയരുന്നത്. പ്രകാശ് ബാബു നിയമസഭാംഗം എന്ന നിലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ച ആളാണ്. കാര്യങ്ങൾ പഠിച്ച് സഭയിൽ അവതരിപ്പിച്ചതിന്റെ നിരവധി പ്രശംസ ഏറ്റുവാങ്ങിയ ആളാണ്. അത്തരം ഒരാളെ പാർലമെന്റിലേക്ക് അയക്കണം. നേരത്തെ 2 തവണ അദ്ദേഹത്തിന്റെ പേര് രാജ്യസഭയിലേക്ക് പറഞ്ഞു കേട്ടതാണ്. പക്ഷെ അവസാന നിമിഷം അത് വെട്ടിപ്പോവുകയായിരുന്നു. ഇന്നലെയും അതുതന്നെയാണ് സംഭവിച്ചത്. മുൻ മന്ത്രി മുതിർന്ന നേതാവ് മുല്ലക്കര രത്നാകരനാണ് പ്രകാശ് ബാബുവിന്റെ പേര് ആദ്യം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പറഞ്ഞത്. അതിനെ മന്ത്രി GR അനിലും മുൻമന്ത്രി E ചന്ദ്രശേഖരനും ഉൾപ്പെടെയുള്ളവർ പിന്താങ്ങി. N രാജൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നു. പക്ഷേ ബിനോയ് വിശ്വം ഇതുവരെ പാർലമെന്റിലേക്ക് പോകാത്ത, പാർലമെന്റ് രാഷ്ട്രീയത്തിൽ അവസരം കിട്ടാത്ത ആൾ പോകുന്നതല്ലേ നല്ലത്, ന്യൂനപക്ഷ പ്രതിനിധി നിലയിൽ കൂടി സുധീറിനെ അയക്കുന്നതാണ് ഉചിതമെന്നൊരു നിലപാട് ബിനോയ് വിശ്വം പറയുകയായിരുന്നു. അതിന് വലിയ പിന്തുണ യോഗത്തിൽ കിട്ടി. അതായത് പൂർണ്ണമായും കാനത്തെ അനുകൂലിക്കുന്നവരുടെ ആധിപത്യം ഇപ്പോഴും ഈ CPIക്കുള്ളിലുണ്ടോ എന്നതിനാണ് ഇത് വ്യക്തമാക്കുന്നത്. എതിർഭാഗത്ത് അത്ര ഒരു സംഘടിതമായ ഒരു ചേരി ഇല്ല. പ്രകാശ് ബാബുവും E ചന്ദ്രശേഖരനും അതുപോലെ മുല്ലക്കര രത്നാകരനും N രാജനും ഒക്കെ പലപ്പോഴും വിഷയങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ഇത്തരം നിലപാടുകളിന് അപ്പുറത്തേക്ക് ഒരു ടീമായി നിൽക്കാൻ അവർക്ക് ശേഷിയില്ല. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും കാനത്തെ കാലശേഷവും അദ്ദേഹത്തിന്റെ അനുകൂലികൾ CPIയിൽ ഈ രീതിയിൽ അപ്രമാദിത്യം ഉണ്ടാക്കുന്നത്. അരുൺ, മറ്റൊരു കാര്യം, പ്രകാശ് ബാബു സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ കാനത്തിന്റെ അനുയായികളും മറ്റു യുവനേതാക്കളും ഒന്നിച്ച സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ എതിർഭാഗത്ത് ആരൊക്കെയാണുള്ളത്? നിലവിലെ പ്രശ്നങ്ങൾ പുതിയൊരു ഗ്രൂപ്പിന് കാരണമാകില്ലേ? പുതിയൊരു ഗ്രൂപ്പ് ആ രീതിയിൽ CPIയിൽ ഉണ്ടാകില്ല എന്നാണ് CPIയിലെ നേതാക്കൾ തന്നെ പറഞ്ഞത്. കാരണം വളരെ പ്രബലരാണ് കാനം വിഭാഗം, അല്ലെങ്കിൽ കാനത്തിന്റെ അനുകൂലികളായി ഇപ്പോൾ ഉള്ള ബിനോയ് വിശ്വത്തിനൊപ്പമുള്ള വിഭാഗം. നേരത്തെയുള്ള കാനം വിഭാഗത്തിനൊപ്പം ബിനോയ് വിശ്വം കൂടി സെക്രട്ടറി എത്തുകയും അദ്ദേഹം അവർക്കൊപ്പം നിൽക്കുകയും ചെയ്തതോടുകൂടി എതിർ ഭാഗത്തുള്ള ആളുകൾക്ക് ആ ശക്തി ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. K ഇസ്മായിലും കാനവും ഗ്രൂപ്പായിരുന്നു കഴിഞ്ഞ കുറെ നാളുകൾ വരെ CPIയിലെ പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങൾ. K ഇസ്മായിലിനെ സംസ്ഥാന കൗൺസിൽ ഒഴിവാക്കിയതോടുകൂടി ആ വിഭാഗം ഏറെക്കുറെ ഇല്ലാതായ അവസ്ഥയാണ്. അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവർ പലരും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പുറത്താണ്. സംസ്ഥാന കൗൺസിൽ വരുമ്പോൾ ഏതാണ്ട് നേതാക്കളുണ്ടെങ്കിൽ പോലും അത്തരത്തിലൊരു വലിയ ശാക്തിക ചേരിയായി മാറാനുള്ള ബലം ആ വിഭാഗത്തിൽ. അതുകൊണ്ട് തന്നെയാണ് കാനം അനുകൂലികൾ, നേരത്തെ കാനത്തിനൊപ്പം നിന്നവർ ഇപ്പോൾ അതിശക്തമായ ഒരു പൂർണ്ണമായും CPIയുടെ ഔദ്യോഗിക ചേരിയായി തന്നെ അതിശക്തമായി മാറാൻ കാരണം അതാണ്. കാനം രാജേന്ദ്രന്റെ കാലശേഷവും CPIയിൽ കാനം ഗ്രൂപ്പിന്റെ ആധിപത്യമാണ്. വലിയ തർക്കത്തിന് ശേഷമായിരുന്നു PP സുനീറിനെ കഴിഞ്ഞ ദിവസം രാജ്യസഭാ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. വിവരങ്ങൾ നൽകിയത് VV അരുൺ തിരുവനന്തപുരത്തു നിന്നും. +1 സീറ്റ് പ്രതിസന്ധി ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. മലബാർ മേഖലയിലടക്കം +1 മതിയായ സീറ്റുകൾ ഇല്ലെന്ന പരാതിയാകും അടിയന്തര പ്രമേയ നോട്ടീസായി പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരിക. തദ്ദേശ വാർഡ് വിഭജന ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാതെ പാസാക്കിയതിനെതിരെയും
പ്രതിപക്ഷം പ്രതിഷേധിക്കും. ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയും വോട്ടെടുപ്പുമാണ് സഭയിലെ മറ്റൊരു പ്രധാന അജണ്ട. വി അരുൺ തന്നെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. അരുൺ, +1 പ്രതിസന്ധി നേരത്തെ തന്നെ ലീഗ് ഉന്നയിച്ച ആക്ഷേപമാണ്. മുഖ്യമന്ത്രിയെ കണ്ട് പ്രശ്നപരിഹാരം എന്നും ലീഗ് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ഈ വിഷയം സഭയിൽ വരുമ്പോൾ സർക്കാർ ഇതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക? കഴിഞ്ഞ കുറേ വർഷങ്ങളായി +1 പ്രവേശന പ്രതിസന്ധിയുണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ആവശ്യത്തിന് സീറ്റുകളില്ല എന്ന പരാതിയുണ്ട്. ആ വിഷയം ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസായാണ് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരിക. +1 പ്രവേശനം താളം തെറ്റിയെന്ന നോട്ടീസ് എൻ ശംസുദ്ദീനാണ് അവതരിപ്പിക്കുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ ലീഗ് കഴിഞ്ഞ തവണയും കഴിഞ്ഞ വർഷവും ഒക്കെ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയിരുന്നു. ഇത്തവണ ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി നേരിൽ കണ്ടും വിഷയം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് പരിഹാരമാകാത്തതിനെ തുടർന്നാണ് ലീഗ് എന്ന വിഷയം സഭയിൽ കൊണ്ടുവരുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസായത് അവതരിപ്പിക്കും. മറ്റു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഇന്നലെ വാർഡ് വിഭജന ബിൽ സഭ പാസാക്കിയത് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന അജണ്ടയിലെ തീരുമാനം ഭേദഗതി ചെയ്തുകൊണ്ടാണ്. പ്രതിപക്ഷത്തിന്റെ വലിയ ബഹളത്തെ തുടർന്ന് സഭയിൽ ബില്ലുകൾ വായിച്ച് പെട്ടെന്ന് പാസാക്കിയെടുക്കുകയായിരുന്നു. അതിനിടയിലാണ് ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ഭേദഗതി കൂടി മാറ്റിക്കൊണ്ട് ബില്ല് നേരിട്ട് പാസാക്കിയത്. ഇത് പ്രതിപക്ഷത്തിന്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവിനെതിരെ കത്ത് നൽകി. സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരുന്നുവെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പും പ്രതിപക്ഷത്തിന്റെ നിലപാടുകളും സബ്ജക്ട് കമ്മിറ്റിയിൽ അറിയിക്കാമായിരുന്നു. അതിനുശേഷം സഭയിൽ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത ശേഷം ബില്ല് സഭയിലെത്തുമ്പോൾ അവിടെയും പ്രതിപക്ഷത്തിന് തങ്ങളുടെ നിലപാട് പറയാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു. അത് അനുവദിക്കാതെയാണ് സർക്കാർ ഏകപക്ഷീയമായി ബില്ല് പാസാക്കി വിട്ടതെന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിനുള്ളത്. ആ വിഷയം ഇന്നും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചേക്കും. സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ പരാതി നൽകിയിട്ടുമുണ്ട്. വിവരങ്ങൾ നൽകിയത് വി അരുൺ, തിരുവനന്തപുരത്ത് നിന്നും. ഇടവേള. സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ച സഹകരണ വകുപ്പും അമിത്ഷായ്ക്ക് തന്നെയാണ്. രാജ്നാഥ് സിംഗ് തന്നെയാണ് പ്രതിരോധ മന്ത്രി. ഒപ്പം നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിൽ തുടരുന്നു. എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റിരിക്കുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട വകുപ്പുകളിൽ BJP തന്നെ വരുന്നു. നിതിൻ ഗഡ്കരി ആദ്യ 2 സർക്കാരിൻ്റെ കാലത്തും നിതിൻ ഗഡ്കരി റോഡ് ഗതാഗത മന്ത്രി തന്നെയായിരുന്നു. നിതിൻ ഗഡ്കരിയുടെ വകുപ്പിലും ഏതായാലും മാറ്റമില്ല. പക്ഷേ JP നഡ്ഡയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം നിലവിൽ BJP ദേശീയ അധ്യക്ഷനാണ്. 1ാം മോദി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു. 3ാം മോദി സർക്കാരിൽ അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ ആ വകുപ്പിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹം. പക്ഷേ ആരോഗ്യ മന്ത്രാലയം തന്നെയാണ് JP നഡ്ഡയ്ക്ക് നൽകിയിട്ടുള്ളത്. മറ്റ് പ്രധാനമായി ഉള്ളത് ഒന്ന്, ശിവരാജ് സിംഗ് ചൗഹാൻ മന്ത്രിസഭയിൽ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് വന്നു എന്നുള്ളതാണ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ശിവരാജ് സിംഗ് ചൗഹാനെ കൃഷി വകുപ്പും ഒപ്പം തന്നെ ഗ്രാമവികസന മന്ത്രാലയം കൂടി നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന്, റെയിൽവേ മന്ത്രാലയത്തിൽ അത് അശ്വിനി വൈഷ്ണവ് തന്നെ തുടരുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് വന്ദേ ഭാരത് അടക്കമുള്ള പുതിയ ട്രെയിനുകളൊക്കെ കൊണ്ടുവന്നത്. ഒപ്പം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു വകുപ്പായ IB മിനിസ്ട്രി കൂടി നൽകിയിരിക്കുന്നു. അനുരാഗ് ഠാക്കൂർ കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്തു പോകുന്ന വകുപ്പാണ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. അതിൻ്റെ ചുമതല കൂടി അശ്വിനി വൈഷ്ണവിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മനോഹർലാൽ ഖട്ടറിനാണ് നഗരവികസനം ഒപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് എൻ്റെയും ചുമതല നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെ പീയൂഷ് ഗോയൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ചുമതലയായിരുന്നു. ഇത്തവണയും അത് ആവർത്തിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാനത്തെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഇത്തവണയും പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മർദ്ദനമേറ്റ യുവതിയും കുടുംബവും 2 തട്ടിൽ. രാഹുലിനെതിരെ പരാതിപ്പെട്ടത് വീട്ടുകാരുടെ നിർബന്ധത്താലാണെന്നും സ്ത്രീധനം ആവശ്യപ്പെട്ടാണ് മർദ്ദിച്ചതെന്ന് പറയാൻ വീട്ടുകാർ നിർബന്ധിച്ചുവെന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഡാനി പോൾ പെൺകുട്ടിയുടെ പിതാവുമായി ചേരുന്നു. അതിലേക്ക്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടി തന്നെ ഈ പരാതി തന്റെ നിർബന്ധിച്ച് പറയിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു ആരോപണങ്ങളുമായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഒപ്പം തന്റെ കുടുംബത്തെ തന്നെയും കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അവർ അവരുടെ ഒരു വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊപ്പം പെൺകുട്ടിയുടെ പിതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇങ്ങനെ മകൾ ഇത്തരം ഒരു ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണത് അവളിങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിൻ്റെ പിന്നിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ രാഹുലിൻ്റെ ഭാഗത്ത് നിന്നും ഉള്ളവരുടെ സമ്മർദ്ദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ അവൾ പറയില്ല.
ഭീഷണിയും ഒരുപക്ഷെ അവൾക്കുണ്ടായിട്ടുണ്ടാവാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെന്ന് കാണുമ്പോൾ മകൾക്ക് ശരിയായ രീതിയിൽ തന്നെ ഈ പരിക്ക് പറ്റി അത്തരം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിരുന്നതല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങള് 12-ാം തീയതി അടുക്കള കാണൽ ചടങ്ങിന് 26 പേരാണ് പോകുന്നത്. അതിൽ 6-7 കുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മുതിർന്നവരാണ്. അവരിത് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതായത് ഈ തലയിലെ മുഴ, പിന്നെ കഴുത്തിൽ മുറുക്കിയ പാടുകൾ, മൂക്കിൽ നിന്ന് രക്തം വാണതിന്റെ അടയാളങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ കണ്ട് വാവിട്ട് കരഞ്ഞു, സ്ത്രീകൾ ഉൾപ്പെടെ. അങ്ങനെ അവളോട് ചോദിച്ചപ്പോഴാണ് അവൾ ഈ സംഭവങ്ങൾ മുഴുവനും പറയുന്നത്. അവൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾ നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. ഇത് ഡോക്ടർക്കറിയാം. ഡോക്ടറുടെ മൊഴിയെടുത്തിട്ടുള്ളതല്ലേ, 3 ഡോക്ടർമാരുടെ, ഫറൂഖ് താലൂക്ക് ആശുപത്രി, പിന്നെ അവിടെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ, പിന്നെ ഇവിടെ വടക്കൻ പറവൂര് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി, ഇതെല്ലാം പോലീസ് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഡോക്ടേഴ്സിന്റെ ആ റിപ്പോർട്ടിൽ അതുണ്ട്. അതാണ്. അപ്പൊ പിന്നെ ഇത്തരം സംഭവിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ മൊഴിമാറ്റി പറയണമെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് സമ്മർദ്ദത്തിന് വഴങ്ങി, അവൻ രക്ഷപ്പെടാൻ വേണ്ടി സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അത്രമാത്രം സ്വാധീനവും എല്ലാം ഒരു കുടുംബമാണോ രാഹുലിലേക്ക്? എങ്ങനെയാണ് കരുതുന്നത്? നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ, കാരണം എന്ന് വെച്ചാൽ മെയ് 5-ാം തീയതി ആയിരുന്നു കല്യാണം. പിന്നെ 12-ാം തീയതി ഞങ്ങൾ അടുക്കള കാണാൻ പോകുന്ന ആ സമയം വരെയുള്ള ഒരു ഇതുള്ളൂ. അതിന് ഉള്ളിൽ അവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനോ മറ്റ് നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതായത് സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നമുക്കറിയില്ല കൃത്യമായിട്ട്. ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയാൻ അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താണ്? അതെനിക്കറിയില്ല. കാരണം ഞങ്ങളുടെ മകളെ ഞങ്ങൾ അത്രത്തോളം സ്നേഹിക്കുകയും അവൾ ഞങ്ങളോടും അതേപോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു സമ്മർദ്ദം തന്നെയാണ് അതിന്. വീഡിയോയിൽ പറയുന്നുണ്ട് മകളുടെ പലതും നിർബന്ധിച്ച് എഴുതിക്കുകയായിരുന്നു, സ്ത്രീധനം അടക്കമുള്ള കാര്യങ്ങൾ. ഇതെല്ലാം നിഷേധിക്കുന്നു. ഇതെല്ലാം അവൾ പറഞ്ഞിട്ടല്ലേ. അതായത് അവൾ പറഞ്ഞതിന്റെ, ഞങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുന്നത്. അവൾ പോലീസ് സ്റ്റേഷനിൽ അവളും പറഞ്ഞിട്ടുണ്ടല്ലോ പരാതി. അപ്പോ രഹസ്യമൊഴി അടക്കമെല്ലാം എടുത്തതാണ്. എടുത്തതല്ലേ, രഹസ്യമൊഴി ഉൾപ്പെടെയുള്ളത് എടുത്തതാണ്. അപ്പൊ ഇപ്പോൾ ഈ മിസ്സായതിനു ശേഷമാണല്ലോ അവൾ ഇപ്പോൾ ഇങ്ങനെ മറിച്ച് വരികയാണ്. അപ്പൊ ഈ മിസ്സായത് എന്ന് വെച്ചാൽ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് തന്നെയാണ്. അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അവര് ശരിക്കും ഇവിടെ സമ്മർദ്ദത്തിന് വിധേയമാക്കി അല്ലെങ്കിൽ ഭീഷണിക്ക് വിധേയമാക്കി പറയിപ്പിച്ചത് തന്നെയാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് മകളെ ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോയതുപോലെ തട്ടിക്കൊണ്ടുപോയോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഏതായാലും അതിലൊരു ഭീഷണിയും സമ്മർദ്ദവും അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അവള് ഈ സന്ദർഭത്തിലാണല്ലോ, അവള് മിസ്സായതിനു ശേഷം മാത്രമാണല്ലോ ഇത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇവളുടെ ഈ അടയാളങ്ങളും ഈ പരിക്ക് പറ്റിയതും ഇതൊക്കെ നമ്മൾ കാണുകയും അവൾ ആ സമയത്ത് നമ്മളോട് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പൊ ഇപ്പോൾ ഈ മിസ്സായതിനു ശേഷം അവർ കസ്റ്റഡിയിലിരിക്കുകയാണ് പറഞ്ഞിട്ടുള്ളത്, അത് പറയിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ഇതുവരെയും പിന്നീട് കാര്യമായി കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ വരുമ്പോഴും ഒക്കെ വിളിച്ചു നോക്കിയോ? ഇല്ലില്ല, വീഡിയോ വന്നതിന് ശേഷം ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ശനിയാഴ്ച ആണ് അവളെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. പിന്നീട് അവളുമായിട്ട് സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ആ നമ്പറൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. ഈ രാഹുലിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ചില ഇടപെടലുകൾ നടന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. അതെ, രാഹുലിനെ അത് അവളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും പറയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്, അവന്റെ മാത്രം മാർഗമാണ് ഇതിരിക്കുന്നത്. അപ്പൊ അവള് അല്ലെങ്കിൽ എത്രയും സ്നേഹിക്കുന്ന അച്ഛനും അമ്മയെയും അവള് തള്ളി പറയോ? അപ്പൊ ശരിക്കും ഒരു സ്വാധീനം, ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു ഭീഷണി അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലിലൂടെ ആയിരിക്കും. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ സംഭവിച്ചു. ഞങ്ങള് ഉറങ്ങിയിട്ട് നാളുകളായി. എന്റെ വൈഫിന്റെ ഓപ്പറേഷൻ, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങൾ, ഇപ്പൊ ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു മാനസികമായിട്ട് എത്രത്തോളം ഞങ്ങൾ തകരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പോയി. മകൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ആ നേരിട്ട വേദന, അതിലുള്ള പുറത്തു വന്ന പരാതി, അതിൽ ഉറച്ചു നിൽക്കുന്നു. അത്തരം കാര്യം ആ നടപടികളുമായിട്ട് ഉറച്ചു നിൽക്കുകയാണ്. നടപടികളുമായി മുന്നോട്ട് തന്നെ പോകും. പിന്നെ ഞങ്ങൾ അത് ആലോചിക്കും, കുടുംബമായിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ
പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ വന്നതിന് ശേഷം രാഹുലിന്റെ വീട്ടുകാർ ബന്ധപ്പെടുകയാണ്? ഇല്ല. അഭിഭാഷകരോ ഇല്ല, ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോ വരുന്ന നടപടി അഭിഭാഷകരുമായിട്ട് ചേർന്നായിരിക്കും ആലോചിക്കും. അതെ. പോലീസിൽ നൽകിയ പരാതി, അതിന്റെ ഒരു സ്റ്റാറ്റസ് വല്ലതും പറഞ്ഞിരുന്നു? ഇന്നലെ പരാതി വൈകിട്ടല്ലേ നൽകിയത്. രാത്രി 8 മണിയായി എന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ. അപ്പൊ പിന്നെ വേറെ അതിന്റെ മറ്റ് ഫർദർ സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും സൈബർ സെല്ലിനൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അയച്ചു. അപ്പൊ തന്നെ അതിന്റെ നടപടി ഉണ്ടാക്കി. പിന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇതിന്റെ ഇൻഫർമേഷൻ പോകുന്നുണ്ട് എന്നും CI പറഞ്ഞു. പക്ഷേ മകളെ പോലീസ് കണ്ടെത്തിയാൽ കൂടുതൽ വെളിപ്പെടുത്തലുണ്ടാവും. ഇതെന്താ സംഭവിച്ചതെന്ന് അങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത്? അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ചാനലുകാരായാലും പോലീസുകാരായാലും അവരോട് ചോദിക്കുമല്ലോ. ആ ചോദ്യത്തിന് എന്താണ് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നടന്നിരിക്കുന്നതിൽ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ അസ്വാഭാവികതയുണ്ട്. അതിപ്പോ താങ്കൾക്ക് തന്നെ അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാം കണ്ടിട്ടും അവൾ പറഞ്ഞ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പരാതി കൊടുക്കുന്നത്. അതാണ്. ഈ അടയാളങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടതാണോ? ഈ മുഴയും ഈ തൊണ്ടയിലെ അടയാളങ്ങളും അതൊക്കെ നേരെ ഡോക്ടർമാർക്ക് പോലും അത് സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ സംഗതിയല്ലേ. അതൊരു മർദ്ദനത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയല്ലോ. പാടുകളെല്ലാം ഉണ്ടായിരുന്നതാണല്ലോ. അതല്ലേ, അത് ഡോക്ടർ പരിശോധിച്ചല്ലോ. പിന്നെ അവളുടെ ബ്ലഡ് കാറിൽ നിന്ന് കിട്ടിയതായിട്ട് പത്രത്തിൽ നമ്മൾ ഫോറൻസിക് വിഭാഗമായി പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആ റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ അത് അവളുടെ ബ്ലഡ് തന്നെ ആയിരിക്കും. അതിലൊന്നും ഉറപ്പുണ്ടത്. എന്തായാലും അദ്ദേഹം വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത് വളരെ വ്യക്തം തന്നെയാണ്. കാരണം ഇതിലൊരു അസ്വാഭാവികമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നു. കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും. മകളെ കണ്ടെത്തണം. മകളെ കാണാതായാൽ പോലും അതിനുശേഷം വന്ന വീഡിയോയിൽ പോലും അതിൽ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പിതാവ് പറയുന്നത്. വൈകാതെ സത്യം പുറത്തു വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പന്തീരങ്കാവ് കേസിൽ മകൾ പറഞ്ഞ പരാതിയാണ് പോലീസിനോട് പറഞ്ഞതെന്നും ഇത് ഏറെ മാനസിക വിഷമമുണ്ടാക്കിയെന്നുമാണ് യുവതിയുടെ പിതാവ് ഡാനി പോളിനോട് പ്രതികരിച്ചത്. ഇപ്പോൾ MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നു. അനീഷ്, കേസ് റദ്ദാക്കാനുള്ള നടപടി തുടങ്ങിയിരിക്കുന്നു. പെൺകുട്ടി സത്യവാങ്മൂലത്തിൽ ഒപ്പിടുകയും ചെയ്തു. ഇനിയുള്ള നടപടി എങ്ങനെയാണ്? ഇത് തുടർന്നുള്ള കേസിനെ എങ്ങനെ ബാധിക്കും? പെൺകുട്ടിയുടെ നിലപാട് മാറ്റം കേസിനെ കാര്യമായി ബാധിക്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം പോലീസിന് ആദ്യം പെൺകുട്ടി ഒരു മൊഴി നൽകിയിരുന്നു. അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയിലെത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. രഹസ്യമൊഴിയാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ആധികാരിക രേഖയായി നിയമപരമായി കണക്കാക്കുന്നത്. കാരണം പല കേസുകളിലും ഇത്തരത്തിൽ ആദ്യം പോലീസിന് നൽകുന്ന മൊഴികൾ, പ്രത്യേകിച്ചും കുടുംബപരമായ കേസുകളിൽ പോലീസിന് നൽകുന്ന മൊഴി പിന്നീട് ഈ ഇരയാവുന്നവർ മാറ്റി പറയാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് മൊഴിക്കപ്പുറം ഒരു രഹസ്യമൊഴി രേഖപ്പെടുത്തി ഈ രേഖ ആധികാരികമാക്കി മാറ്റുന്നത്. എന്തായാലും ഈ രഹസ്യമൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും രാഹുലിനെതിരാണ്. നേരത്തെ കുടുംബമടക്കം മുന്നോട്ട് വെച്ച പരാതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് ഈ രഹസ്യമൊഴിയിലെ പരാമർശങ്ങൾ. അതുകൊണ്ട് തന്നെ ആ കേസ് അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. കാരണം ഒരു ക്രിമിനൽ കുറ്റമാണ്. പരുക്ക് അടക്കമുണ്ടായിരുന്നു. ചോര പാടുകളടക്കം കണ്ടെത്തിയ ഒരു സാഹചര്യം. ആദ്യഘട്ടത്തിലെ ഡോക്ടർമാർ എല്ലാവരും ഇത്തരത്തിലൊരു മർദ്ദനം നടന്നുവെന്നും മൊഴി നൽകിയ തരത്തിൽ ആ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെളിവുകളും ഈ പെൺകുട്ടി, ഈ യുവതിയുടെ രഹസ്യമൊഴിയും അടക്കമുള്ള കാര്യങ്ങൾ രാഹുലിനെതിരെ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ കേസിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിന് പെൺകുട്ടിയുടെ സമ്മതം പോലും ആവശ്യമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നേരത്തെ വിദേശത്തേക്ക് കടന്നു കളഞ്ഞ രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരുന്നു. ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറത്തിറക്കുകയും ചെയ്തു. ഇനി റെഡ് കോർണർ നോട്ടീസാണ് പുറത്തിറക്കേണ്ടത്. അതിന് പക്ഷേ നിയമപരമായ ഒരുപാട് സങ്കീർണതകളുണ്ട്. കേസിൽ കുറ്റപത്രം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അനീഷ്, മറ്റൊരു കാര്യം ഏറെ വിവാദമായതാണ് ഈ പന്തീരങ്കാവിലെ കേസ്. ഈ പ്രതിയായ രാഹുലിന്റെ അമ്മ തന്നെ അനീഷിനോട് പറഞ്ഞിരുന്നതാണ് മകൻ ഈ പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നുള്ള കാര്യം. ഇപ്പോൾ അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അവരെന്താണ് പറയുന്നത്? നമ്മൾ ഇന്ന് രാവിലെ അവരുടെ വീട്ടിൽ പോയിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ അവർ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും തയ്യാറായില്ല. രണ്ടാമത് നമ്മളോട് അവർ സംസാരിച്ചു. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ ഇനിയും ഒന്നും തങ്ങൾക്ക് പറയാനില്ല എന്നാണ് അവർ വിശദീകരണം നൽകിയത്. ആദ്യഘട്ടത്തിൽ ക്യാമറകൾക്ക് മുന്നിൽ തങ്ങൾ പൂർണ്ണമായും ന്യൂസ് 18 അടക്കം അവർ കുടുംബം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. ആ തുറന്നു പറഞ്ഞ
കാര്യങ്ങളിൽ പലതും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് പിന്നീട് ഉണ്ടായതെന്ന് പറയുന്നു. അതുകൊണ്ട് ഇനി കൂടുതൽ പ്രതികരണത്തിനായി ഇല്ല. എന്തായാലും ഈ യുവതിയുടെ കുടുംബം ആരോപിക്കുന്ന പോലെ ഈ പെൺകുട്ടി ആരുടെയും തടവിലല്ല, അല്ലെങ്കിൽ തങ്ങൾ അവരെ തടവിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ തങ്ങൾ അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. നേരത്തെ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ശരിയായിരുന്നു. അന്ന് ആരും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഈ കുടുംബത്തിന്റെ പ്രലോഭനത്തിന് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരമൊരു മൊഴി നൽകാൻ പെൺകുട്ടി തയ്യാറായത് എന്നും ആ കുടുംബം പറയുന്നുണ്ട്. ഇതിൽ ഉപരി മറ്റു കാര്യങ്ങളൊന്നും നമ്മളോട് അവർ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളുമായ ഒരു പ്രതികരണം ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് രാഹുലിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. പറതി പന്തീരങ്കാവ് പീഡനക്കേസിൽ മർദ്ദനമേറ്റ യുവതിയും കുടുംബവും 2 തട്ടിലാണ്. ഈ കേസ് പിൻവലിക്കാനുള്ള സത്യവാങ്മൂലത്തിൽ യുവതി ഒപ്പിട്ടു. വിവരങ്ങൾ നൽകിയത് MS അനീഷ് കുമാറും ഡാനി പോളും. ആലപ്പുഴയിൽ യുവ വ്യവസായിയെ തോക്ക് ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വഴിത്തിരിവ്. മുഖ്യപ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് വ്യാജ തോക്കെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. പ്രതി അനൂപ് തോക്ക് കൈക്കലാക്കിയത് എറണാകുളത്ത് നിന്നാണ്. അനൂപിന്റെ തിരിച്ചറിയൽ രേഖകൾ തോക്ക് കൈവശം വാങ്ങുന്നതിന് മുന്നോടിയായി നൽകിയിരുന്നു. കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ശരണ്യ, എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ സംഘം പറയുന്നത്? പാർവതി, ആദ്യഘട്ടത്തിൽ തന്നെ വിവാദമായൊരു കേസാണ്. ആലപ്പുഴയിൽ കണ്ണൂരിൽ നിന്ന് വ്യവസായത്തിനായി എത്തിയ യുവ വ്യവസായിയെ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. ഈ കേസ് രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ തന്നെ ഈ സംഭവം നടന്ന അന്ന് രാത്രി തന്നെ ഈ വ്യവസായി മാരൻകുളം പോലീസിനെ ബന്ധപ്പെട്ടപ്പോൾ കേസുമായി സഹകരിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് കേസ് മാരൻകുളം പോലീസിൽ നിന്ന് പട്ടണക്കാട് CI സനലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ കേസിൽ വളരെ വിവാദത്തിലേക്ക് കടന്ന CPM നേതാക്കളെ ചോദ്യം ചെയ്തത്. കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണനെയും ഒപ്പം തന്നെ കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻ ദാസിനെയും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ പ്രതി അനൂപിന് ജാമ്യം ലഭിക്കാനായി ഇടയായത് പോലീസ് അനൂപിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി, അതായത് ഈ കൃത്യത്തിന് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയ തോക്ക് അനൂപിന്റെ വീട്ടിൽ നിന്നാണ് എടുത്തത്. അത് ഒരു എയർഗൺ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഈ വ്യവസായി പോലീസിന് മൊഴി നൽകിയിരുന്നു. അതായത് ഈ തോക്കല്ല തനിക്ക് നേരെ ചൂണ്ടിയതെന്നും അടയാള സഹിതം മറ്റൊരു തോക്കാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. പക്ഷെ ഈ കേസ്, അതായത് എയർഗൺ കണ്ടെത്തിയ സംഭവം കോടതിയിൽ എത്തുന്നതോടുകൂടി പ്രതിക്ക് ജാമ്യം ലഭിക്കുകയും അതിൽ പ്രോസിക്യൂഷൻ അടക്കം വീഴ്ച വന്നുവെന്നും അന്വേഷണ സംഘത്തിന് വീഴ്ച വന്നുവെന്നും ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് അന്വേഷണ സംഘം വീണ്ടും ഈ യഥാർത്ഥ തോക്ക് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോയത്. എന്തായാലും ഈ യഥാർത്ഥ തോക്ക്, അതായത് കഴിഞ്ഞ അനൂപിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ എയർഗൺ അല്ല ഈ അഭിഷേകിന് നേരെ, അതായത് വ്യവസായി അഭിഷേകിന് നേരെ ചൂണ്ടിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. മാത്രമല്ല ആ തോക്ക് ഈ മുഖ്യപ്രതിയായ അനൂപ്, കേസിലെ 1ാം പ്രതിയായ അനൂപ് കൈക്കലാക്കിയിരിക്കുന്നത് എറണാകുളത്ത് നിന്നുള്ളതാണെന്നും അതായത് ഈ അഭിഷേക് ആലപ്പുഴയിൽ എത്തുമെന്നും ആലപ്പുഴയിൽ എത്തുന്ന ഘട്ടത്തിൽ അഭിഷേകിനെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് ആക്രമിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ള രീതിയിൽ ഒരു ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് പോകുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് ഇനി ഏത് രാഷ്ട്രീയ പിന്തുണയാണ് ലഭ്യമായിട്ടുള്ളത് എന്നുള്ള, കാരണം ഈ ആളുകളൊക്കെ തന്നെ വലിയ വ്യവസായത്തിൽ, വലിയ മുതൽ മുടക്കുള്ള വ്യവസായത്തിൽ ഏർപ്പെട്ടതായാണ് ഈ പരാതിക്കാരനായ അഭിഷേക് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ കോടികളുടെ ഒരു വ്യവസായത്തിലേക്ക് പോകാൻ ഘട്ടത്തിൽ ഇവർ മറ്റുള്ളവരുടെ ബിനാമി, അതായത് ചില CPM നേതാക്കന്മാരുടെ ബിനാമികളാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംശയം പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കണ്ടെടുത്ത തോക്ക് വ്യാജമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ കേസിൽ 2ാം പ്രതിയായ മനോജും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. മനോജ് നമ്മളോട് വ്യക്തമാക്കിയത് എറണാകുളത്ത് നിന്നാണ് ഈ തോക്ക് കൈവശപ്പെടുത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല അഭിഷേക് എത്തുന്നത് കണക്കാക്കി തന്നെ ആ തോക്ക് കാർ സൂക്ഷിച്ചിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. എന്തായാലും ഈ തോക്ക് പോലീസ് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ച് നൽകിയ തോക്ക് മറ്റൊരു തോക്ക് നൽകിയത് കൊണ്ട് തന്നെ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അത്തരം ചാർജുകൾ കൂടി ഈ കേസിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. ഈ തോക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അത് പാലക്കാട് കേന്ദ്രീകരിച്ചും ഈ അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നൽകാനുള്ള വിവരം. ആലപ്പുഴയിൽ യുവ വ്യവസായിയെ തോക്ക് ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഗൂഢാലോചന നടന്നതായാണ് അന്വേഷണ സംഘം കരുതുന്നത്. വിവരങ്ങൾ നൽകിയത് ശരണ്യ സ്നേഹജൻ. ബാർക്കോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുനന് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. വെള്ളിയാഴ്ച ജവഹർ നഗർ ഓഫീസിൽ എത്തണമെന്നാണ് നിർദ്ദേശം. ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അഡ്മിനാണ് അർജുൻ രാധാകൃഷ്ണൻ എന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. VV വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, എന്തൊക്കെ വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ച് തേടുന്നത്?
പാർവതി, രണ്ടാം ബാർക്കോഴ വിവാദത്തിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ ബന്ധം വരികയാണ്. ഇതിപ്പോൾ പണം ചോദിച്ചത് സർക്കാരാണ്. എക്സൈസ് വകുപ്പും ടൂറിസം വകുപ്പും പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അർജുൻ രാധാകൃഷ്ണന്റെ പേര് കൂടി ഇതിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കിയിലെ ജില്ല കേന്ദ്രീകരിച്ചുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ അർജുൻ ഇതിന്റെ അഡ്മിനായിരുന്നു. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ അഡ്മിനായിരുന്നോ എന്ന് വ്യക്തമല്ല. ഈ ഗ്രൂപ്പിൽ എന്തായിരുന്നാലും അർജുനുണ്ട്. ബന്ധുവിന്റെ ബാറുമായി ബന്ധപ്പെട്ടാണ് അർജുൻ ഈ ഗ്രൂപ്പിൽ എത്തുന്നത്. അർജുൻ അഡ്മിനായ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൽ പണപ്പിരിവിനുള്ള ആഹ്വാനം ഉണ്ടായി എന്ന സൂചനകൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആദ്യം നേരിട്ട് നോട്ടീസ് നൽകാൻ ശ്രമിച്ചെങ്കിലും നോട്ടീസ് കൈപ്പറ്റിയിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇമെയിലായാണ് നോട്ടീസ് അയച്ചത്. വെള്ളിയാഴ്ച ജവഹർലാലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും സഭയിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതിൽ പ്രധാനമായും ടൂറിസം വകുപ്പിനെയും മന്ത്രി റിയാസിനെയും ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ, അതായത് ലോ ആൻഡ് ഓർഡറിന്റെ യോഗവും ടൂറിസം വകുപ്പ് വിളിക്കുമോ എന്ന ചോദ്യമാണ്. എക്സൈസ് നയം രൂപീകരിക്കുന്നതിന് സ്റ്റേറ്റ് ഹോൾഡേഴ്സിന്റെ യോഗം എന്തിന് ടൂറിസം വകുപ്പ് വിളിച്ചു എന്നതാണ് ചോദ്യം. അവിടെയാണ് ഇപ്പോൾ അർജുൻ രാധാകൃഷ്ണൻ കൂടി ഈ കേസിന്റെ ഭാഗമായി എത്തുന്നത്. അർജുന്റെ മൊഴിയും നിർണായകമായിരിക്കും. ഇങ്ങനെ പണപ്പിരിവ് നടന്നു അല്ലെങ്കിൽ അതിനുള്ള ആഹ്വാനം ഉണ്ടായി എന്ന മൊഴി നൽകുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമോ, ഇത് വളരെ നിർണായകമാണ്. അർജുൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ പക്ഷേ അത് UDF-ന് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. പറവതി. വിനോദ്, മറ്റൊരു കാര്യം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഒപ്പം ഭരണപക്ഷത്തോട് എങ്ങനെ പ്രതിരോധിക്കാനാകും സാധ്യത? ഇതുവരെ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഈ ഭരണപക്ഷം ഇനി ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഈ അർജുൻ രാധാകൃഷ്ണന്റെ വിഷയത്തിലും എടുക്കുന്ന നിലപാട്? കാരണം അർജുന്റെ മൊഴി തന്നെയാണ് പ്രധാനമാകാൻ പോകുന്നത്. ഇതിൽ പണപ്പിരിവിനുള്ള ആഹ്വാനം ഉണ്ടായി, അങ്ങനെ പ്രതിപക്ഷം പറഞ്ഞ് പോകുമ്പോൾ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ മകൻ ആ ഗ്രൂപ്പിലുണ്ട്. അർജുൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ നിർണായകമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്കുള്ള പിരിവാണ് നടന്നതെന്ന് ഫെഡറേഷന്റെ നേതൃത്വം പറയുന്നുണ്ട്. ബാറുടമകളുടെ സംഘടനയുടെ നേതൃത്വം ഇത്രയും ദിവസം വിശദീകരിച്ചത് ആ നിലയിലാണ്. തിരുവനന്തപുരത്ത് ഒരു ആസ്ഥാന മന്ദിരം കെട്ടുന്നതിന് 6 കോടി രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും. ഏതാണ്ട് 4.5 കോടി രൂപയാണ് ഇതുവരെ പിരിക്കാനായത്. ബാക്കി വരുന്ന തുകയ്ക്ക് വേണ്ടിയുള്ള പിരിവ്, അതിനുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഘടകങ്ങൾക്ക് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അനിമോൻ തുക ചോദിച്ചു എന്നാണ് ഫെഡറേഷന്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ വ്യക്തമാക്കിയത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ സർക്കാരിലേക്കോ പണം നൽകുന്നതിന്, എക്സൈസ് നയത്തിൽ കൂടുതൽ ഇളവുകൾ ലഭിക്കുന്നതിന്, പ്രവർത്തന സമയം കൂട്ടുന്നതിന്, ഡ്രൈഡേ ഒഴിവാക്കുന്നതിന്, അതിനെല്ലാം അനുകൂലമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു നടപടി ഉണ്ടാകുന്നതിന് വേണ്ടി പണപ്പിരിവ് നടത്തി എന്ന തരത്തിൽ അർജുന്റെ ഭാഗത്ത് നിന്നൊരു മൊഴി ഉണ്ടായാൽ ഈ കേസ് അതിൽ വലിയ നിർണായകമായ ഒരു വഴിത്തിരിവായിരിക്കും. അതല്ല, അർജുൻ ഇതിൽ ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും UDF ഇപ്പോൾ എടുത്തിട്ടുള്ള മുനയൊടിയുന്നതായിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ. പാർവതി. വെള്ളിയാഴ്ചയാണ് അർജുനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്. ഇയാൾ ഹാജരാകാൻ സാധ്യതയുണ്ടോ? അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നേരിട്ട് നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമെയിലായി ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചിട്ടുള്ളത്. അർജുൻ ഹാജരാകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഹാജരാകുമോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേന വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടത്തുമോ എന്നതിൽ ഒരു വ്യക്തതയില്ല. പറയൂ. ബാർക്കോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുനന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരിക്കുന്നു. വെള്ളിയാഴ്ച ജവഹർ നഗർ ഓഫീസിൽ എത്തണമെന്നാണ് നിർദ്ദേശം. ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അർജുൻ രാധാകൃഷ്ണൻ ആയിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും VV വിനോദ്. തൃശൂരിൽ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്ന പരാതി നൽകിയ സജീവൻ കുരിയച്ചിറയുടെ വീടിന് നേരെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലകൾ അടിച്ചു തകർത്തു, ചെടിച്ചട്ടികളും നശിപ്പിച്ചു. 2 കാറുകളിൽ എത്തിയ സംഘമാണ് വീടിന് നേരെ ആക്രമണം നടത്തിയത്. സജീവൻ കുരിയച്ചിറയെ മർദ്ദിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം DCCയിൽ കൂട്ടത്തല്ലുണ്ടായത്. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി ചുമതലയേൽക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
Okay, okay. Quickies. पेट्रोलियम मिनिस्टर के तौर पर अभी आपने ऑफिस में कार्यभार संभाला, क्या प्रायोरिटी आपका रहने वाला है? प्रायोरिटी ये सब मुझे नया है ये मिनिस्ट्री. मैंने I was not expecting this ministry, so it's a huge responsibility. So I have to definitely look into the prospects at which my Prime Minister is looking forward to and what kind of a load he's put on my Minister Puriji. So after going through all those, the content of the next level of emerging petroleum systems in India, after learning it properly, maybe I will be able to put in my contribution on the basis of the understanding that I've had from the living standards, the life settling standards of the people of Kerala and Tamil Nadu. Definitely that will be a standard understanding of the conditions of the life of the people in the country, and then looking at the prospects of oil exploration. It is said that there is a spot in Kollam, which is the district and town which brought me up. It is the same town which taught me the language that you are listening to now. So let's keep our thoughts open, so that I will also keep my thoughts open to imbibe from my senior minister and also my Prime Minister, also the panel who will support me. But thanks to the people of Kerala through Trichur, I bow before them. Thank you all very much. You gave me this opportunity. Thank you. രാഗേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാഗേഷ്, കൂടുതൽ മന്ത്രിമാർ ചുമതലയേൽക്കുന്നു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും അല്പസമയത്തിന് മുൻപ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. വിവരങ്ങൾ. പാർവതി, 2 വകുപ്പുകളാണ് സുരേഷ് ഗോപിക്ക്, സഹമന്ത്രി സ്ഥാനമാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നത്. ഒന്ന് പെട്രോളിയം, മറ്റൊന്ന് ടൂറിസം. ഇതിലിപ്പോൾ പെട്രോളിയം വകുപ്പിന്റെ ചുമതലയാണ് സുരേഷ് ഗോപി ഏറ്റെടുത്തിരിക്കുന്നത്. പെട്രോളിയം വകുപ്പിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഹർദീപ് സിംഗ് പുരിക്കൊപ്പം സുരേഷ് ഗോപി ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പെട്രോളിയം വകുപ്പിന്റെ ചുമതല ഇപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പിന്നെ സുരേഷ് ഗോപി പ്രതികരിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു അവസരം നൽകിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തൃശ്ശൂരിലെ ജനങ്ങൾക്ക്, തൃശ്ശൂരിലെ വോട്ടർമാർക്ക് നന്ദി പറയാനും അദ്ദേഹം മറന്നില്ല. തൃശ്ശൂരിലെ വോട്ടർമാർ തന്നെ വിജയിപ്പിച്ചതുകൊണ്ടാണ് ഇത്തരമൊരു അവസരം സാധ്യമായത് എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ അദ്ദേഹം ടൂറിസം വകുപ്പിന്റെ ചുമതല കൂടി ഏറ്റെടുക്കാനാണ് സാധ്യത. ഏതായാലും പെട്രോളിയം വകുപ്പിൽ എത്തിക്കൊണ്ടിപ്പോൾ ചുമതല അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. പാർവതി. പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ ചുമതലയാണ് സുരേഷ് ഗോപിക്ക്. പെട്രോളിയം വകുപ്പിന്റെ ചുമതല സമയത്തിനു മുൻപ് അദ്ദേഹം ഏറ്റെടുത്തു. അഭിമാനമെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഒപ്പം കേരളത്തിലെ പ്രത്യേകിച്ച് തൃശൂരിലെയും ജനങ്ങളോട് നന്ദി പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. Please sit down and sign this. രാഗേഷ് തുടരുന്നുണ്ട്. രാഗേഷ്, പെട്രോളിയം വകുപ്പിന്റെ ചുമതലയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ടൂറിസം വകുപ്പിന്റെ ചുമതലയും അദ്ദേഹം ഉടൻ തന്നെ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടരാം. പാർവതി, ഏതായാലും ഈ 9 കൂടിയാണ് അദ്ദേഹം പെട്രോളിയം വകുപ്പിൽ മന്ത്രാലയത്തിൽ എത്തിയത്. തുടർന്ന് ഇപ്പോൾ അദ്ദേഹം വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. പെട്രോളിയം വകുപ്പിന്റെ ചുമതല ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം അതിനുശേഷം പ്രതികരിക്കുമ്പോഴും തൃശ്ശൂരിനെ കുറിച്ച് പരാമർശിച്ചു. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിലെ ജനങ്ങൾ തന്നെ വിജയിപ്പിച്ചു, അതുകൊണ്ടാണ് ഇത്തരമൊരു അവസരം സാധ്യമായത്. ഒപ്പം ഈ അവസരം ഒരുക്കി തന്ന, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് തന്നെ പരിഗണിച്ച പ്രധാനമന്ത്രി
നരേന്ദ്രമോദിക്ക് നന്ദി എന്നുകൂടി അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി രണ്ടാമത്തെ വകുപ്പ്, അദ്ദേഹം സഹമന്ത്രി സ്ഥാനം വഹിക്കുന്ന വകുപ്പ്, അതിൻ്റെ ചുമതല ഏതായാലും അല്പസമയം തന്നെ ഏറ്റെടുക്കും. ടൂറിസം വകുപ്പിൻ്റെ ചുമതലയാണ്. ടൂറിസം വകുപ്പ് ഒരുപക്ഷെ ഉച്ചയോടുകൂടിയായിരിക്കും അദ്ദേഹം ഏറ്റെടുക്കുക എന്നാണ് സൂചന. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ തന്നെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. രാവിലെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ്. തൊട്ട് പിന്നാലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും റെയിൽ മന്ത്രാലയത്തിലെത്തി ചുമതല ഏറ്റെടുത്തു. ഇപ്പോൾ ഏതായാലും ഗിരിരാജ് സിംഗ്, ഭൂപേന്ദ്ര യാദവ് തുടങ്ങിയ മന്ത്രിമാരൊക്കെ തന്നെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഭൂരിഭാഗം മന്ത്രിമാരും ഏതായാലും ഇന്ന് തന്നെ ചുമതല ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത. അശ്വിനി വൈഷ്ണവിനെ സംബന്ധിച്ച് അദ്ദേഹം ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ ചുമതല കൂടി വഹിക്കുന്നുണ്ട്. ഏതായാലും ഭൂരിഭാഗം പേരും ഇന്ന് ചുമതല ഏറ്റെടുക്കും. സ്വാഭാവികമായും സുരേഷ് ഗോപിയും ടൂറിസം മന്ത്രാലയത്തിലെത്തി ഇന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഇപ്പോൾ അല്പം മുമ്പ് അദ്ദേഹം പെട്രോളിയം മന്ത്രാലയത്തിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. പാർവതി, കേരളത്തിൽ നിന്നുള്ള BJP MP സുരേഷ് ഗോപി പെട്രോളിയം വകുപ്പിൽ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അല്പസമയത്തിന് ശേഷം അദ്ദേഹം ടൂറിസം വകുപ്പിന്റെ ചുമതലയും ഏറ്റെടുക്കും. പ്രധാനമന്ത്രിക്കും കേരളത്തിലെ ജനങ്ങൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ഇടവേള. അങ്ങനെ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ തന്നെ BJP തന്നെ നിലനിർത്തുന്നു. മാത്രവുമല്ല 10-ലധികം മന്ത്രിമാരുടെയെങ്കിലും വകുപ്പുകളിൽ മാറ്റമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത്, നമുക്കറിയാം ആദ്യഘട്ടത്തിലൊക്കെ അല്പമൊന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ. കാരണം നമുക്കറിയാം സഖ്യകക്ഷി സർക്കാരാണ്, BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു മന്ത്രിസഭയാണ്. ആ സ്ഥിതിക്ക് കൂടുതൽ വകുപ്പുകൾ ചോദിച്ച പശ്ചാത്തലം ഇപ്പോൾ കൃഷി മന്ത്രാലയമൊക്കെ JDS ചോദിച്ചിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണമെന്ന ആവശ്യം TDPയും JDUവും മറ്റും ഉന്നയിച്ചിരുന്നു. പക്ഷെ അത്ഭുതകരമായ കാര്യം, പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നും മാറ്റമുണ്ടാകുന്നില്ല. BJP തന്നെ അപ്രമാദിത്വം പുലർത്തുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് ഈ ഘടകകക്ഷികളെ അനുനയിപ്പിക്കാൻ BJP കേന്ദ്ര നേതൃത്വത്തിനായത്? രാകേഷ്, രഞ്ജിത്ത്, 4 വീതം മന്ത്രിസ്ഥാനമാണ് TDPയും JDUവും ചോദിച്ചിരുന്നത്. പക്ഷേ അവർക്കിപ്പോൾ 2 മന്ത്രിസ്ഥാനമാണുള്ളത്. ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒപ്പം ഒരു സഹമന്ത്രി സ്ഥാനവും. അതിൽ തന്നെ TDPയുടെ ക്യാബിനറ്റ് പദവി നോക്കുകയാണെങ്കിൽ വ്യോമയാന മന്ത്രാലയമാണ് TDPക്ക് ലഭിച്ചത്. ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം എയർ ഇന്ത്യ പോലും സ്വകാര്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു, ടാറ്റയുടെ കൈവശമാണുള്ളത്. അപ്പോൾ പോലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് 1ാം മോദി സർക്കാരിൽ TDP അംഗമായിരുന്നു. അന്നും ഇതേ വകുപ്പാണ് TDPക്ക് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി സർക്കാരിൽ NDAയുടെ തന്നെ 2ാമത്തെ കക്ഷിയായി നിൽക്കുമ്പോഴും അതേ വകുപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. രാംമോഹൻ നായിഡു ഇത്തവണ മന്ത്രിയാകുന്നു. കഴിഞ്ഞ 2014 അത് അശോക് ഗജപതി രാജു ആയിരുന്നു. വ്യത്യാസം മാത്രമാണ് നിലവിലുള്ളത്. പക്ഷേ ഈ സമഗ്രമായൊരു വാർത്താദിനത്തിലേക്ക് സ്വാഗതം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സിൽ KP അഭിലാഷ് ചേരും. ാണെങ്കിൽ മറ്റ് ചില ആവശ്യങ്ങളിൽ സർക്കാർ അല്ലെങ്കിൽ BJP വഴങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് പ്രത്യേക സാമ്പത്തിക സഹായം, പാക്കേജ് തുടങ്ങിയ കാര്യങ്ങളിൽ ഏതെങ്കിലും ധാരണ ഈ 2 പാർട്ടികളുമായി ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. അത് തന്നെയായിരിക്കാം ഇപ്പോൾ ഈ വിട്ടുവീഴ്ചയ്ക്ക് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. JDUവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും JDU ആവശ്യപ്പെട്ട വകുപ്പുകൾ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം JDU നേരത്തെ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വകുപ്പ് ഒന്ന് റെയിൽ മന്ത്രാലയമായിരുന്നു. റെയിൽ മന്ത്രാലയം ഏതായാലും JDUവിന് നൽകിയിട്ടില്ല. അതിനു പുറമെ ജൽശക്തി മന്ത്രാലയവും ചോദിച്ചിരുന്നു JDU. അതിലേക്കും ഏതായാലും JDUവിന് ആ മന്ത്രാലയവും ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും JDUവും ഇത്തരത്തിൽ ബീഹാറിനായി പ്രത്യേക പാക്കേജ് തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും JDUവും ഏതായാലും പരിഗണന നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കിരൺ റിജിജു ആണ്. കാരണം റിജിജു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് രവിശങ്കർ പ്രസാദ് മാറ്റിയ ശേഷം റിജിജുവിനെ നിയമ മന്ത്രാലയം ഏൽപ്പിച്ചിരുന്നു. പക്ഷേ അവസാനത്തെ പുനഃസംഘടനയിൽ റിജിജുവിനെ താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഇത്തവണ പാർലമെന്ററി കാര്യ വകുപ്പ് എന്ന സുപ്രധാന പദവിയിലേക്ക് റിജിജു മടങ്ങിയെത്തുകയാണ്. കഴിഞ്ഞ സർക്കാരിൽ പ്രഹ്ലാദ് ജോഷി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷവുമായൊക്കെ തന്നെ സഭയുടെ സുഗമമായ നടത്തിപ്പൊക്കെ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന വകുപ്പാണ്. അങ്ങനെ ഒരു കീ പോസ്റ്റിലേക്ക് റിജിജുവിനെ കൊണ്ടുവരും.
വരുന്നു. ഇന്നലെ വൈകിട്ടാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. സാധാരണഗതിയിൽ ക്യാബിനറ്റ് യോഗത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ വകുപ്പുകൾ തീരുമാനമാകാറുണ്ട്. പക്ഷേ ഇന്നലെ ഏറെ വൈകിയാണ് വകുപ്പുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഏതായാലും പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ കൈവശം വെക്കുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിനെ താരതമ്യം ചെയ്യുമ്പോൾ ഏതായാലും 10-ലധികം മന്ത്രിമാർ പഴയ വകുപ്പുകൾ തന്നെ മടങ്ങിയെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് പുതുമുഖങ്ങൾ വരുമ്പോൾ പോലും പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ വകുപ്പുകളിലൊന്നും തന്നെ മാറ്റമില്ല. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി തന്നെ തുടരും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് രൂപീകരിച്ച സഹകരണ വകുപ്പും അമിത്ഷായ്ക്ക് തന്നെയാണ്. രാജ്നാഥ് സിംഗ് തന്നെയാണ് പ്രതിരോധ മന്ത്രി. ഒപ്പം നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിൽ തുടരുന്നു. എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റിരിക്കുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട വകുപ്പുകളിൽ BJP തന്നെ വരുന്നു. നിതിൻ ഗഡ്കരി ആദ്യ 2 സർക്കാരിൻ്റെ കാലത്തും നിതിൻ ഗഡ്കരി റോഡ് ഗതാഗത മന്ത്രി തന്നെയായിരുന്നു. നിതിൻ ഗഡ്കരിയുടെ വകുപ്പിലും ഏതായാലും മാറ്റമില്ല. പക്ഷേ JP നഡ്ഡയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം നിലവിൽ BJP ദേശീയ അധ്യക്ഷനാണ്. 1ാം മോദി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു. 3ാം മോദി സർക്കാരിൽ അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ ആ വകുപ്പിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹം. പക്ഷേ ആരോഗ്യ മന്ത്രാലയം തന്നെയാണ് JP നഡ്ഡയ്ക്ക് നൽകിയിട്ടുള്ളത്. മറ്റ് പ്രധാനമായി ഉള്ളത് ഒന്ന്, ശിവരാജ് സിംഗ് ചൗഹാൻ മന്ത്രിസഭയുടെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് വന്നു എന്നുള്ളതാണ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ശിവരാജ് സിംഗ് ചൗഹാനെ കൃഷി വകുപ്പും ഒപ്പം തന്നെ ഗ്രാമവികസന മന്ത്രാലയം കൂടി നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക്